ഒഡീസിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടെന്നല്ല, ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. അതിനിറങ്ങിയപ്പം തൊട്ട് തന്നെ നല്ല ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. ട്രെയിലർ കട്ട്സിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. പിന്നെ ഇവർ പറയുന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ആക്സെൻറ്റ്. ബ്രിട്ടീഷ് ആക്സെൻറ്റിന് പകരം മോഡേൺ ഇംഗ്ലീഷ് ഉപയോഗിച്ചു. പിന്നെ അവരിട്ടിരിക്കുന്ന എന്തോ പ്രശ്നമുണ്ട്, ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ല. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫർ നോളൻ എന്താണ് ആക്ച്വലി ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരു ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ ഡോക്യുമെൻ്ററി അല്ല, ഇത് സിനിമ വഴി മിത്ത് മേക്കിംഗ് ആണ്. നോളൻ ഹിസ്റ്ററി ഫ്രെയിം ബൈ ഫ്രെയിം റീക്രിയേറ്റ് ചെയ്യാനല്ല നോക്കുന്നത്, ആൻഷ്യൻ്റ് എപ്പിക്കിനെ മോഡേൺ ഓഡിയൻസ് ഇമോഷണലി ഫീൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആക്കാനാണ്. ഹോണസ്റ്റ്ലി അമേരിക്കൻ ആക്സെൻറ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു സെൻസ് ഉണ്ടാക്കുന്ന പോലും ഇല്ല. കാരണം ആൻഷ്യൻ ഗ്രീക്ക് സ്റ്റോറീസിൽ ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഫുള്ള് അക്സെപ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഹൈപ്പോക്രിറ്റിക്കലാണ്. ബിക്കോസ് ബ്രിട്ടീഷ് ആക്സെൻറ്റും അമേരിക്കൻ ആക്സെൻറ്റും രണ്ടും ഹിസ്റ്റോറിക്കലി ഓതൻറ്റിക് അല്ല. പിന്നെ ബ്രിട്ടീഷ് ആക്സെൻറ്റ് കുറച്ച് ക്ലാസിക്കലായിട്ട് ഫീൽ ആവുന്നുണ്ട്, അതല്ലാണ്ട് വേറൊരു ഡിഫറൻസും ഉണ്ടാക്കുന്നില്ല. ഈ പറയുന്ന ലോജിക്ക് വെച്ചാണെങ്കിൽ സിനിമ ഫുള്ള് ഗ്രീക്ക് ലാംഗ്വേജിൽ എടുക്കണം. കാരണം ഈ ഒഡീസിയുടെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജേ ഇല്ല. അതിൻ്റെ ആൻസിസ്റ്റർ ലാംഗ്വേജസ് കാണും, പക്ഷെ അതും ഈ ഗ്രീക്കുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ജർമ്മൻ ലാംഗ്വേജിൽ നിന്നെല്ലാം ഇംഗ്ലീഷ് ഉണ്ടായത്. ഹീത്ത് ലെഡ്ജറിനെ ജോക്കറായിട്ട് കാസ്റ്റ് ചെയ്തപ്പോഴും ക്രിസ്റ്റഫർ നോളൻ ഇതേ തരത്തിലുള്ള ക്രിറ്റിസിസം നേരിട്ടതാണ്. ആൻഡ് അത് കഴിഞ്ഞ് എന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ജോക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചു, ഓസ്കാർ വിൻ ചെയ്തു. സിനിമ ഇവോൾവ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് സ്മിത്തും ഐക്കോണിക് ക്യാരക്ടേഴ്സും വളരെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുമ്പോഴാണ്. റിയൽ സിനിമാറ്റിക് ഓതൻറ്റിസിറ്റി എന്തായാലും ഹിസ്റ്ററിയുടെ എക്സാക്ട് കോപ്പി അല്ല, അത് ഇമോഷണൽ ട്രൂത്തും ഇമേഷനുമാണ്. ഒരു ഫിലിം മേക്കറിനെ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷനെ ബ്രേക്ക് ചെയ്ത് സിനിമ ചെയ്യുമ്പോൾ അതിനെ മുമ്പേ ജഡ്ജ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഈ സിനിമ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷനെ ചലഞ്ച് ചെയ്യാതിരുന്നെങ്കിൽ പല ലെജൻഡറി മൂവീസും ഇന്നുണ്ടാവില്ലായിരുന്നു. പിന്നെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഡാർക്ക് നൈറ്റിൽ കണ്ട പോലെ അത്ര ഡീപ്പായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ജൊനാഥൻ നോളൻ അല്ല ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് എന്നാണ് കേട്ടത്.